Hi guys, welcome back to my channel Jazira's Journey. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൈനിങ് ഹാളും ഞങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമും ക്ലീൻ ആക്കാൻ പോവാണ്. ഇന്ന് നനച്ചുകൊള്ളിൻ്റെ 4ാമത്തെ ദിവസം. അപ്പോൾ അത്രേ ഉള്ളൂ, വീഡിയോയിലോട്ട് പോവാം. അതെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഈ റൂമുമാണ് നമ്മളിന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ബെഡ്റൂം ക്ലീൻ ആക്കാം. സോ ബെഡ്ഷീറ്റും നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ആദ്യം ഞാനൊന്ന് എടുത്ത് തീരുമാനിട്ടു. അത് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പണി ചെയ്യാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് കഴിയുമെന്ന് ചോദിച്ചിട്ട് ആദ്യം അത് തീരുമാനിട്ടു. എന്നിട്ട് അതിനുള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇവിടെ കർട്ടൻ ഇല്ല കേട്ടോ. കർട്ടൻ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇടാനുള്ള റോഡില്ല. അത് റോഡ് അടിക്കണം ഇനി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലത്തെ മാറാലയൊക്കെ തട്ടാണ് കേട്ടോ. ജനലൊക്കെ തുറന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മാറാലയൊക്കെ നമ്മൾ നല്ലോണം തട്ടിവിടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോഫ്റ്റിൽ കയറി അവിടുത്തെ പൊടിയൊക്കെ തട്ടാനായിട്ട് കയറി. അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം കഴിഞ്ഞു. പിന്നെ ഈ കട്ടിൽ നീക്കണമെന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. സോ അതെങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് നീക്കി അതിൻ്റെ അടിയിലത്തെ പൊടിയൊക്കെ തട്ടിവിട്ട് അതിൻ്റെ അടിയിലത്തതൊക്കെ നീക്കി വിട്ടു. പിന്നെ അതിനും വലിയ ടാസ്ക്കാണ് ഇപ്പം ഞാനൊരു സാധനത്തിന് എടുത്തിട്ട് കൊണ്ടുവരും, അതെടുക്കണം എന്ന് പറയുന്നത്. എനിക്കും അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അത് ഞാൻ എങ്ങനെ എടുത്ത് പുറത്തുകൊണ്ട് ഇട്ടുവെന്ന്. പിന്നെ കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫാനൊക്കെ തുടച്ചു. ഫാനിൽ ഇത്തിരി അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ തുടച്ചു. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനൽ തുടയ്ക്കാനായിട്ട് നിന്നു. പിന്നെ ഈ റൂമും, അതായത് ബെഡ്റൂമും ഡൈനിങ് ഹാളും പിന്നെ എല്ലാ റൂമിലത്തെ ഡോർസും ഒക്കെ കഴിഞ്ഞാൽ നനച്ചുപൊളി കഴിഞ്ഞു. എൻ്റെ വലിയ യുദ്ധം കഴിഞ്ഞെന്ന് തന്നെ പറയാം. പിന്നെ ഈ കട്ടിലിൻ്റെ ഇതിൽ പൊടികളുണ്ടാവുമല്ലോ, ആ പൊടിയൊക്കെ തുടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം അവിടെ ഞാൻ നന്നായിട്ട് മോപ്പ് ചെയ്ത് വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അവിടെയൊക്കെ വൃത്തിയാക്കി വയ്ക്കുകയാണ്. ഈ ഷെൽഫിലാണ് എൻ്റെ പെയിൻറ്റിങ് പാലറ്റും ഞാൻ വരച്ച എൻ്റെ ഡ്രോയിങ് ബുക്കൊക്കെ. എങ്ങനെയുണ്ട് ഞാൻ വരച്ചതൊക്കെ? നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ അതും നോക്കി കുറേ നേരം അങ്ങനെ നിന്നു. വീണ്ടും തുടങ്ങണം വരകളൊക്കെ. നീഹ ഓടി വന്നപ്പോൾ അതിനെയൊക്കെ ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു, അല്ലെങ്കിൽ അതിനെയൊക്കെ എടുത്ത് ചീന്തി കളയും. പിന്നെ അവിടെയൊക്കെ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ട് ഷെൽഫൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ എല്ലാവരുടെയും ഒന്ന് മോപ്പ് ചെയ്തു. എല്ലാ ഡോറും ഒരുമിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഡോറ് തുടയ്ക്കണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊടി തട്ടുമ്പോൾ ആ പൊടി വീണ്ടും ഡോറിൽ പോയി നിൽക്കും. മെയിനായിട്ട് ഡോറിലാണ് പോയി നിൽക്കുക, ജനലിലൊന്നും അധികം പോയി നിൽക്കില്ല. ഈ റൂമൊക്കെ കഴിഞ്ഞിട്ട് ആ റൂം അതിന് തട്ടുമ്പോൾ മെയിനായിട്ട് ഡോറിൽ പോയി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഡോറ് അധികം എല്ലാം കൂടി ഒരുമിച്ച് തുടയ്ക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ബാക്കി വെച്ചു. അപ്പോൾ ഈ റൂം നമ്മുടെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നല്ല മുഞ്ചാക്കിയിട്ടില്ലേ? പളപളാന്നാക്കിയിട്ടില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം റൂമിൻ്റെ അകം കഴിഞ്ഞതിന് ശേഷം പുറത്ത് ജനലിൽ പോയി തുടയ്ക്കാൻ നിന്നതാണ് ഞാൻ. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികളൊക്കെ പോകണോണ്ട് നല്ലോണം പൊടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളിൽ മേലെ ലോഫ്റ്റും ജനലും കതവും ആ ഷെൽഫും മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കർട്ടനൊക്കെ ഊരി മാറ്റി, പിന്നെ എല്ലാവരുടെയും മാറാല തട്ടി. മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോഫ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാഡർ എടുത്തുകൊണ്ട് വന്ന് ലോഫ്റ്റ് ക്ലീൻ ചെയ്യാണ്. അവിടെ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ഈ കടയിൻ്റെ ഇക്കൻ്റെ ഷോപ്പിൻ്റെ കുറച്ച് പഴയ സാധനങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ബോക്സസ്, വേണ്ട ബോക്സസാണ്. അതൊക്കെ അവിടെ നന്നായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ട്
അവിടെ നന്നായിട്ട് വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ട് പുറത്ത് താഴെ ഇറങ്ങി. ഇനി അടുത്തത് ജനൽ തുടയ്ക്കുകയാണ്. ജനലൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഷെൽഫ് ക്ലീൻ ചെയ്യാൻ പോവാണ്. എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ എൻ്റെ വീട്ടിലും ഷെൽഫിൽ ആരെങ്കിലും വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ നിറയെ ഉണ്ട്, കുറച്ചധികം ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. പൊടിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. സോ ഒരു ഡ്രൈ ക്ലോത്തും കൊണ്ട് ആ സാധനങ്ങളൊക്കെ തുടച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഒരു നനഞ്ഞ വെറ്റ് ക്ലോത്തും കൊണ്ട്, ലൈസോൾ ഒഴിച്ച് വെറ്റ് ക്ലോത്തും കൊണ്ട് അവിടെയൊക്കെ തുടച്ച് വിട്ടു. എന്നിട്ട് കതവൊക്കെ തുടച്ചതിന് ശേഷമാണ് ഞാൻ പാത്രങ്ങളൊക്കെ തുടയ്ക്കാൻ നിന്നത്. അപ്പോഴേക്കല്ലേ ഷെൽഫ് നമ്മൾ തുടച്ചത് ഉണങ്ങുള്ളൂ. ഗ്ലാസ് വെയേഴ്സൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ ഷെൽഫിൽ പേപ്പർ വിരിച്ച് അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുകയാണ്. നോക്കിയും കണ്ട് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഒന്ന് കൈ തെറ്റിയാ എല്ലാം പോയി. കയ്യിൽ നിന്ന് വീണ് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. സോ എല്ലാം നോക്കിയും കണ്ട് വെച്ചിട്ട് അതിൻ്റെ ഡോറും നന്നായിട്ട് കോളിൻ സ്പ്രേ ചെയ്തിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ താഴെ തൂത്തുവാരിയിട്ട് മോപ്പ് ചെയ്ത് അത് ഒതുക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഈ റൂമും കഴിഞ്ഞു. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. പക്ഷെ ഭയങ്കര ടയേർഡുണ്ട്. താഴെ ഒന്ന് തൂത്ത് വാരിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട്, അതായത് ഒതുക്കി വെച്ചിട്ട് അവിടെ ഒന്ന് മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ കഴിഞ്ഞു എന്നല്ല, പണി കഴിഞ്ഞു. നനച്ചുളി കഴിഞ്ഞു, പണി കഴിഞ്ഞു. അങ്ങനെ എല്ലാം ഖത്തം ഹോ ഗയ. സോ ഇനി ഇതിൻ്റെ ടേബിളിൻ്റെ വിരിപ്പും കർട്ടനും ആ റൂമിൻ്റെ കർട്ടൻ ഇട്ടാൻ കഴിഞ്ഞു. അപ്പോൾ 2 റൂമും നല്ല ഭംഗിയിൽ ക്ലീൻ ചെയ്തായി. എൻ്റെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റിൽ റെഡ് ഹാർട്ട് ഇടണേ. റെഡ് ഹാർട്ട് ഇടാൻ മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നനച്ച കൊള്ളി അതോടെ കഴിഞ്ഞു. സന്തോഷമായി. അപ്പോൾ ഇനി അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം. അതായിരിക്കും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.